നിലവിൽ MLA CR മഹേഷ് അദ്ദേഹം വലിയ ഭൂരിപക്ഷത്തോടു കൂടിയാണ് ജയിച്ചു വന്നത്. ഇപ്പോൾ മണ്ഡലത്തിലാണെങ്കിലും സോഷ്യൽ മീഡിയ നോക്കുകയാണെങ്കിലും ആൾ നിറ സാന്നിധ്യമാണ്. ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ BJPക്ക് CR മഹേഷ് ഒരു വെല്ലുവിളിയായിരിക്കുമോ? ഒരിക്കലുമല്ല. ഇപ്പം സോഷ്യൽ മീഡിയയിലെ നിറ സാന്നിധ്യം വോട്ടാവണമെന്നില്ലല്ലോ. കാരണം നാടിന് വികസനം ഉണ്ടായിട്ടില്ല എന്നുള്ളത് അത് ഒരു നിഷ്പക്ഷ സമൂഹത്തിൽ കരുനാഗപ്പള്ളി നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയുന്ന കാര്യമാണ്. അദ്ദേഹത്തിന് ഒരു MLA എന്ന രീതിയിൽ അദ്ദേഹത്തിന് നാടിന് വേണ്ടുന്ന വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടില്ല. അദ്ദേഹം മുന്നോട്ട് വെച്ച ഒരു 10 പോയിന്റിന്റെ പ്രകടന പത്രികയുണ്ട്, അതെന്റെ കൈവശമുണ്ട്. ഈ പ്രകടന പത്രികയിലെ ഒരു കാര്യം പോലും ആ നാട്ടിൽ സാധ്യമാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. അദ്ദേഹം കൊടുത്ത പല വാഗ്ദാനങ്ങളുമുണ്ട്. ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആലപ്പാട്ട് പ്രശ്നങ്ങളായാലും കുടിവെള്ള പ്രശ്നമായാലും വിവിധ പാലങ്ങളുടെ ആയാലും റെയിൽവേ റെയിൽവേ ഓവർബ്രിഡ്ജിന്റെ കാര്യമായാലും ഇതൊന്നും യാഥാർത്ഥ്യമാക്കാൻ അദ്ദേഹത്തിനെ കൊണ്ട് സാധിച്ചിട്ടില്ല. ജനങ്ങള് വ്യക്തിപരമായി എല്ലാവരും ഇഷ്ടമാണ്. ഇപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന ധാരാളം ആൾക്കാരുണ്ടാവും. പക്ഷെ ജനങ്ങൾ വോട്ട് ചെയ്യുന്ന സമയത്ത് ചിന്തിക്കും. ഈ കഴിഞ്ഞ 5 വർഷം ആ MLAയുടെ പ്രോഗ്രസ് കാർഡ് ജനം പരിശോധിക്കുന്ന സമയത്ത് അതിനകത്ത് 0 മാർക്ക് കൊടുക്കാനും സാധിക്കില്ല. കാരണം അദ്ദേഹം പറഞ്ഞ ഒരു കാര്യങ്ങളും ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. MLA ഫണ്ടിന്റെ വിനിയോഗത്തിനപ്പുറത്ത് ആ നാടിന് വേണ്ടുന്ന യാതൊരു കാര്യങ്ങളും അദ്ദേഹം ചെയ്യാൻ സാധിച്ചില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞ പ്രതിപക്ഷ MLA ആയിരുന്നു എന്നുള്ളത്. പ്രതിപക്ഷമായാലും ഭരണപക്ഷമായാലും തനിക്ക് കിട്ടാനുള്ള അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാൻ മടിയുണ്ടാവേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അത് സാധ്യമാകാത്ത കാര്യത്തിൽ അദ്ദേഹം അത് സാധിക്കാത്ത കാര്യം നമ്മൾ പരിശോധിച്ച സമയത്ത് അതേ സംബന്ധിച്ച് പൂർണ്ണ പരാജയമാണ്. അപ്പൊ ജനങ്ങൾ ഇതൊക്കെ വിലയിരുത്തും. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച രാഷ്ട്രീയത്തിന് ജനങ്ങൾ വോട്ട് ചെയ്യും, മതത്തിന് ജനങ്ങൾ വോട്ട് ചെയ്യും, ജാതിക്ക് ജനങ്ങൾ വോട്ട് ചെയ്യും, വ്യക്തിബന്ധങ്ങൾക്ക് ജനങ്ങൾ വോട്ട് ചെയ്യും. പക്ഷേ ഇങ്ങനെ വോട്ട് ചെയ്ത് മുന്നോട്ട് പോയാൽ വരുന്ന ഒരു 5 വർഷം കൂടി വികസനത്തിന് വേണ്ടിയിട്ട് വോട്ട് ചെയ്യാനുള്ള അവസരം അല്ലെങ്കിൽ വികസനം സാധ്യമാക്കാനുള്ള അവസരമാണ് നഷ്ടപ്പെടുന്നതെന്ന് എല്ലാ ജനങ്ങൾക്കും ബോധ്യമുണ്ട്. യുവാക്കളൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച വലിയ ചിന്താശേഷിയുള്ളവരാണ്. അതുകൊണ്ട് വികസനത്തിന് വോട്ട് ചെയ്യണം ജനങ്ങൾ തയ്യാറാകും. ഇപ്പം കരുനാഗപ്പള്ളി ജനങ്ങളെ സംബന്ധിച്ച് കരുനാഗപ്പള്ളിക്ക് ധാരാളം വികസന പ്രശ്നങ്ങൾ ആവശ്യമുള്ള സ്ഥലമാണ്. വലിയ മുന്നേറ്റം, വലിയ വികസനം സാധ്യമാക്കാൻ സാധിക്കുന്ന സ്ഥലമാണ്. BJP അവതരിപ്പിക്കാൻ പോകുന്ന വികസിത കരുനാഗപ്പള്ളി വിഷൻ ഡോക്യുമെന്റ് ഞങ്ങൾ ഇതെല്ലാം പ്രതിപാദിക്കും. അപ്പം വികസനത്തിന് വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ BJPക്ക് വോട്ട് ചെയ്തോളൂ. അപ്പൊ അതുകൊണ്ട് വ്യക്തിപരമായ സൗഹൃദത്തിനപ്പുറത്ത് നാടിന് വേണ്ടിയിട്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ച നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടും നമ്മുടെ നാടിന്റെ മുന്നോട്ടുള്ള സുഗമമായ പോക്കിന് വേണ്ടിയിട്ടും വോട്ട് ചെയ്യാൻ തയ്യാറാകുന്നവർ BJPക്ക് വോട്ട് ചെയ്യത്തുള്ളൂ. രണ്ടാമത്തെ വിഷയം, ജമാഅത്ത് ഇസ്ലാമി പോലുള്ള മതവർഗീയ സംഘടനകൾ, അവർക്കൊക്കെ വലിയ വേറിട്ടുള്ള സ്ഥലമാണ് കരുനാഗപ്പള്ളി. SDP പോലുള്ള സംഘടനകൾ, PFA പോലുള്ള സംഘടനകൾ, PDP ഉള്ള സ്ഥലമാണ്. അബ്ദുൽ നാസർ മദനിയുടെ നാട് കൂടിയാണ്. അപ്പൊ ഈ തരത്തിലുള്ള മതപ്രീണന രാഷ്ട്രീയം, കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന വർഗീയ രാഷ്ട്രീയം അല്ലെങ്കിൽ ഈ ജമാഅത്ത് ഇസ്ലാമി പോലുള്ള സംഘടനകളുടെ ടൂളുകളായിട്ട് മാറുന്നതൊന്നും ജനങ്ങൾ അംഗീകരിക്കില്ല. അതുകൊണ്ട് അതൊക്കെ ജനങ്ങൾ ചിന്തിക്കും. ചിന്താശേഷിയുള്ള മനുഷ്യരാണ് എല്ലാവരും. അതുകൊണ്ട് ഇത്തവണ അത്തരത്തിലുള്ള വ്യക്തിപ്രഭാവമോ അല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചുള്ള സോഷ്യൽ മീഡിയ എൻഗേജ്മെന്റ്സോ ഒന്നും വോട്ടായി മാറില്ല. ഒരാളെ അവതരിപ്പിക്കാൻ നമുക്ക് ഉപയോഗപ്പെടുത്താം. പക്ഷെ വോട്ടാവണമെങ്കിൽ ജനങ്ങൾ ചിന്തിക്കും. ആ ചിന്തയിൽ BJPക്ക് അനുകൂലമായിട്ട് ആ ചിന്ത വരും. കാരണം BJPക്ക് അടിസ്ഥാനപരമായിട്ട് വോട്ടുള്ള മണ്ഡലമാണ്. 10-15,000 വോട്ട് BJPക്ക് ഉള്ള മണ്ഡലമാണ്. അതിൽ നിന്നൊരു 50,000-ലേക്കോ 52,000-ലേക്കോ എത്താൻ BJPയെ സംബന്ധിച്ച് നിഷ്പ്രയാസം സാധിക്കും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രന് എന്ന് പറയുന്ന BJPയുടെ സ്ഥാനാർത്ഥിക്ക് അല്ലെങ്കിൽ BJPയുടെ വനിതാ മുഖത്തിന് വോട്ട് ചെയ്തവർ ഇത്തവണത്തെ നിയമസഭ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ BJPക്ക് വോട്ട് ചെയ്യാൻ തയ്യാറായാൽ BJP ജയിക്കും.